Arthur Conan Doyle. Needs no introduction. He is the writer of Sherlock Holmes. നമസ്കാരം, ഞാൻ AK. ഇത് അറിയാ കഥകൾ. ലോകത്ത് ഒരു ലിറ്റററി കഥാപാത്രത്തിന് വേണ്ടി എവിടെയും കലാപം അല്ലെങ്കിൽ കലാപങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ആദ്യമായി നടന്നത് ഷെർലക് ഹോംസ് മരണപ്പെട്ടപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പില്ലാത്തൊരു കഥാപാത്രമാണെന്ന് ഓർക്കണം. ഡോയിൽ സ്റ്റഡി ഇൻ സ്കാർലറ്റിൽ തുടങ്ങി ഇഷ്ടംപോലെ കഥകൾ ഷെർലക് ഹോംസിനായിട്ട് എഴുതി പ്രശസ്തിയൊക്കെ ആയി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കും മടുത്തു. ഇത് തന്നെ പിന്നെയും മാത്രമല്ല പുള്ളിക്ക് റെക്കഗ്നിഷൻ അത് മാത്രമാണ് കിട്ടുന്നത്. എവിടെ ചെന്നാലും ഷെർലക് ഹോംസ് എന്തായി. ഇപ്പം ലോകേഷ് കനകരാജ് എവിടെ പോയാലും ലോക്കി യൂണിവേഴ്സിലെ പടം എപ്പോൾ ഇറങ്ങും എന്ന ആൾക്കാർ ചോദിക്കുന്ന പോലെ അല്ലെ, ഹി കുഡ് മേക്ക് അതർ മൂവീസ് എസ് വെൽ. ഈ പറഞ്ഞ ഗാങ്സ്റ്റർ മൂവീസ് വിത്തിൻ ദ സെയിം യൂണിവേഴ്സ് തന്നെ ചെയ്യണം എന്നില്ലല്ലോ. മാസ്റ്ററൊക്കെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ ഡോയലിനെ ആരാധകർ, ഈ ഷെർലക് ഹോംസ് ആരാധകർ സമ്മതിച്ചില്ല. അത് ഡോയലിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തു. ഓൾസോ ആഫ്റ്റർ എ പോയിന്റ് ഡോയൽ ബിക്കേം ടു റിലീജിയസ്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ഡോയൽ എഴുതാൻ തുടങ്ങി. പക്ഷെ അതിനും ഒരു കോൾഡ് റെസ്പോൺസാണ് കിട്ടിയത്. താൻ ഈ റിലീജിയനൊക്കെ വിട്ടിട്ട് ഹോംസിനെ കുറിച്ച് എഴുതട്ടോ എന്ന രീതിയിലുള്ള ഇയാൾക്ക് ഇഷ്ടംപോലെ കത്തുകൾ എല്ലാ ദിവസവും വരുമായിരുന്നു. ഹോംസ് കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഭീഷണി കത്ത് വരെ വരും, വധഭീഷണി വരെ വരുമായിരുന്നു. അപ്പോൾ ഇത് മടുത്തിട്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം ടി പ്രോബ്ലം എന്നോ അല്ലെങ്കിൽ എം ടി പ്രിസൺ എന്നോ എന്തോ ആണ് ആ ഒരു കഥയുടെ പേര്. ആ കഥയിൽ ഷെർലക് ഹോംസ് അയാളുടെ കഥകളിലെ ഒരു മേജർ വില്ലനായിട്ടുള്ള പ്രൊഫസർ മൊറിയാർട്ടിയുമായിട്ട് വഴക്കിട്ട് ഒരു കൊക്കയിലേക്ക് വീണ്, അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾസിലേക്ക് വീണ് മരിക്കുന്നതായി ഡോയിൽ കഥ അവസാനിപ്പിക്കുന്നു. പോരെ പൂരം ഇംഗ്ലണ്ട് മൊത്തം നിന്ന് കത്തി, ഫാൻസ് മൊത്തം ഇറങ്ങി, മൊത്തം ഭയങ്കര കലാപരൂക്ഷിതമായി മാറി. പബ്ലിഷേഴ്സ് ആണെങ്കിൽ 4 ഇരട്ടി തുക ഡോയലിന് ഓഫർ ചെയ്യാൻ തുടങ്ങി. ഈ തീരുമാനത്തിന് പുറകോട്ട് പോകണം, ഷെർലക് ഹോംസിനെ തിരിച്ചു കൊണ്ടുവരണം. ലെറ്റ്സ് 5,000 രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ 50,000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് പബ്ലിഷേഴ്സും ഡോയലിനെ പ്രഷർ ചെയ്യാൻ തുടങ്ങി. ഡോയലിന് പക്ഷെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വധഭീഷണിയും വീട്ടിലേക്ക് കല്ലേറും അങ്ങനെയൊക്കെ ഭയങ്കര രൂക്ഷമായതോടുകൂടി ഡോയിൽ എന്ത് ചെയ്തു, ഷെർലക് ഹോംസിനെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ കൊന്ന ഷെർലക് ഹോംസ് തിരിച്ചു വന്ന കഥയാണ് ദ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലെ അഥവാ ബാസ്കർവില്ലയിലെ വേട്ട നായ്ക്കൾ. ഈ കഥയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കാണ്. അതായത് ഷെർലക് ഹോംസ് മരിക്കുന്നതിന് മുമ്പുള്ള വേറൊരു അഡ്വഞ്ചർ പറയുന്ന കഥ എന്ന രീതിയിലാണ് ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലെ വന്നത്. ഇറ്റ് സ്റ്റിൽ റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഷെർലക് ഹോംസ് സ്റ്റോറീസ് ടിൽ ഡേറ്റ്. ബട്ട് സ്റ്റിൽ എന്നാലും വീണ്ടും ഫാൻസ് ഇറങ്ങി. കാരണം അപ്പോഴും ഷെർലക് ഹോംസ് മരിച്ചു പോയില്ലേ, ഹോംസ് മരിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോംസിനെ ജീവനോടെ കൊണ്ടുവരണം എന്നും പറഞ്ഞ് ഇവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ആ പ്രശ്നത്തിൻ്റെ പരിണിത ഫലം എന്നോണം ദ ഫൈനൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് വീണ്ടും ഡോയിൽ ഒരു വർക്ക് എഴുതുവാണ്. ഫൈനൽ പ്രോബ്ലത്തിൽ വർഷങ്ങൾക്ക് ശേഷം വാട്സൺ, അതായത് എൻ്റെ കൂടെ നടക്കുന്ന ആളുടെ പേരാണ് വാട്സൺ, ഡോക്ടർ വാട്സൻ്റെ അടുത്ത് രാത്രി 1 മണി 2 മണി സമയത്ത് വാതിലിൽ മുട്ട് കേട്ട് വാട്സൺ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ പൈപ്പും വലിച്ച്, അല്ലെ സിഗരറ്റാണ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക്, അപ്പോൾ ആ പൈപ്പും വലിച്ച് ഷെർലക് ഹോംസ് നിൽക്കുന്നു. വാട്സൺ അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങിയപ്പോഴേക്കും ഹോംസ് പറയുന്നു, ഞാൻ മരിച്ചിട്ടില്ലടേ, ഇത് ഞാൻ തന്നെയാണ് ഹോംസ്, ഞാൻ പ്രേതമല്ല എന്ന് പറയുന്നു. തൊട്ട് നോക്കൂ, പിച്ച് നോക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട അതേ ചോദ്യം വാട്സൺ ചോദിക്കുന്നു, താനന്ന് മൊറിയാർട്ടിയുടെ കൂടെ വെള്ളച്ചാട്ടത്തിൽ ഫൈറ്റ് ചെയ്തപ്പോൾ വീണ് മരിച്ചു പോയതല്ലേ, ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ താനൊന്നും ചത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ് ഡോയിൽ. ഏതാ, പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തൊല്ല സഹിക്കാൻ വേണ്ടിയിട്ട് കോമയിട്ട് റികളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞ പോലെ ഹോംസ് വളരെ സിമ്പിൾ, അവിടെയാണ് ഡോയിലിൻ്റെ മാസ്റ്റർ ക്ലാസ് കിടക്കുന്നത്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഡോയിൽ പറയാണ്, എടോ ഞാൻ മരിച്ചില്ല. ഹൗ? ഞാൻ ആ വെള്ളച്ചാട്ടത്തിൽ വീണില്ല, വീഴാത്തോണ്ട് മരിച്ചില്ല. സോ അത്ര സിമ്പിളായിട്ട് ഡോയിൽ ഹോംസിനെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് ഒരു കഥ പോലും ഡോയിൽ ഹോംസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ശരിക്കും ഡോയിലിൻ്റെ വഴിയിലാണ് പിന്നീട് എഡ്ഗർ അലൻ പോയിനെ പോലെ, അഗത ക്രിസ്റ്റിയെ പോലെയുള്ള നോവലിസ്റ്റുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിങ് സ്റ്റോണും അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റോണും ലേ ചെയ്യുന്നത് ആർതർ കോണൻ ഡോയിലാണ്. നമ്മൾ ഇന്നും ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഡോയിലിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ പാരഡോക്സ് ഐറണി ഇസ് ദാറ്റ് ഡോയിൽ വാസ് നെവർ കംഫർട്ടബിൾ റൈറ്റിംഗ് ഡിറ്റക്റ്റീവ് നോവൽസ്. ഇത് അറിയാ കഥകൾ.